രാമ 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 പാഹി മാം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമ രത്നാവിഭൂഷിത പാദുകം ഉത്തമാം കേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങിനെ തന്നെയൊരന്തരാമില്ലതീനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരും പടയും നടകൊണ്ടിതു. കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗാ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കൂരഘൂവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസാവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമമ്പോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാദുകാം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായോരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചിലദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനന്തരേ. എത്ര ഭംഗിയായിട്ടാണ് ആ രണ്ട് രാജകുമാരന്മാര് ആ രാജലക്ഷ്മിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പറയണത് എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് അന്ന് ശ്രാദ്ധ ഊട്ടി സുഖമായിട്ട് ഉറങ്ങി. അതിൻ്റെ ശേഷം പറഞ്ഞു, ഏട്ടാ
ഞാൻ എല്ലാ തയ്യാറെടുപ്പും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അഭിഷേകത്തിനുള്ള ഇനി ഒരു കാര്യങ്ങൾ പോലും ഒരുക്കണ്ട. അങ്ങാണ് ക്ഷത്രിയന്മാരുടെ ഇതിലെ മൂത്ത ആളാണ് രാജാവേണ്ടത്. ബുദ്ധി കൊണ്ടും സ്ഥാനം കൊണ്ടും അറിവ് കൊണ്ടും ജ്യേഷ്ഠനേക്കാൾ എത്രയോ താഴെയാണ് ഞാൻ. എനിക്ക് എങ്ങനെയാണ് ഏട്ടാ ഇത്ര വലിയൊരു മഹാരാജ്യം ഭരിക്കാനാവുക? എന്ന് മാത്രമല്ല, അങ്ങേക്ക് കാട്ടിലേക്ക് പോവേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഇതൊക്കെ എങ്ങനെ വേണം? പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ അല്ലേ, ആദ്യം കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ആ രാജ്യം കുട്ടികളിലാക്കി, എന്നിട്ടാണ് വാനപ്രസ്ഥത്തിന് യോഗ്യമുള്ളൂ. ഇതൊക്കെ വാർദ്ധക്യത്തിലാണ് പൂർവികന്മാരൊക്കെ വനവാസത്തിന് പോയിട്ടുള്ളത്. ഇതൊന്നും എനിക്ക് അറിയാണ്ടല്ല. അതുകൊണ്ട് അങ്ങ് ഇപ്പൊ ഇവിടെ വെച്ച് ഈ അഭിഷേകത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പറഞ്ഞു, എനിക്കതൊന്നും അറിയാണ്ടല്ല, പക്ഷെ അച്ഛൻ്റെ വാക്ക് അതാണ്. അച്ഛൻ എനിക്ക് കാനനവും നിനക്ക് രാജ്യമാണ് തന്നത്. അത് വേണ്ടാതെയാക്കാൻ പറ്റില്ല. താത നിയോഗം അനുഷ്ഠിക്കുകയും. ആരാണ് അച്ഛൻ്റെ വാക്യത്തെ എതിർക്കുന്നത്? യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനൻ വസിക്കുന്നിതു. അങ്ങനത്തെ ആൾക്ക് നരകം തന്നെയേ ഫലമുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെയാണ് അപ്പ ഭരതൻ പറയണേ, ഏതച്ഛൻ? ഇങ്ങനെ ഒരു അച്ഛനോ? സ്ത്രീജിതൻ, കാമുകൻ, ഭ്രാന്തൻ, ഉന്മത്തൻ. ഇവിടെ നമ്മൾ പറഞ്ഞ ദേഷ്യം വന്നാൽ ഇന്ന വാക്കേ പറയൂന്നില്ല. അങ്ങനെയുള്ള ആ അച്ഛൻ പറഞ്ഞതാണോ ഇപ്പൊ കേൾക്കേണ്ടത്? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അച്ഛൻ ഭൂമിയിലില്ല. അപ്പൊ ഇനി ആ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊടുക്കണേ, ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവു കല്ലകൾ. എന്തൊരു ഭംഗിയായിട്ടാ പറഞ്ഞു കൊടുക്കണത് രാമനില്ലേ. അതുകൊണ്ട് താതൻ അസത്യഭയം കൊണ്ട് അല്ലേ, സജ്ജനങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളതാണ് അസത്യം. ആ വാക്ക് അല്ലേ, മഹാബലി പറഞ്ഞു, എന്നെ വരുണപാശം കൊണ്ട് കെട്ടിയാലും വേണ്ടില്ല, പാതാളത്തിൽ കൊണ്ടിട്ടാലും വേണ്ടില്ല, മഹാവിഷ്ണു എന്നെ അസത്യവാദി എന്ന് പറയരുത്, എനിക്ക് ഏറ്റവും മാനക്കേട് വരിക ഞാൻ സത്യം പറയാത്ത ആളെന്ന്. അതാണ് സജ്ജനങ്ങൾക്ക്. സാധുജനങ്ങൾ നരകത്തിലും അതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. അതുകൊണ്ട് ആ അസത്യം അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. അപ്പൊ ഇല്ലേ ചെറിയ കുട്ടികള് തർക്കിക്കുന്ന പോലെ, എന്നാ നമുക്ക് ഉൾട്ടാ പുൾട്ടയാക്കാന്ന് പറഞ്ഞു. ഇല്ലേ, എന്നാ അങ്ങ് രാജ്യം ഭരിച്ചോളൂ, ഞാൻ കാട്ടിൽ നിന്നോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ലേ, ഇത് പറയുമ്പോ തോന്നും ഏട്ടനും അനിയനും കൂടിയിട്ടേ ഇതിന് പോവാ, ഒരാൾക്ക് വേലി കെട്ടാൻ പോകണം, ഒരാൾക്ക് കല്യാണത്തിന് ക്ഷണിച്ചാൽ. അപ്പൊ അനിയൻ പറയത്രേ, ഒന്നൂലോ ഏട്ടൻ വേലി കെട്ടാൻ പോവാ, ഞാൻ കല്യാണത്തിന് പോവാ, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോവാ, ഏട്ടൻ വേലി കെട്ടാൻ പോവാ. അല്ലേ, രണ്ടും കണക്കന്നെയല്ലേ പറഞ്ഞു വന്ന. അതുപോലെയാണ്, ഒന്നൂലോ ഏട്ടൻ രാജ്യം ഭരിക്കുക, ഞാൻ കാട് വാഴ, അല്ലെങ്കിൽ ഞാൻ കാട് വാഴ, ഏട്ടൻ രാജ്യം ഭരിക്കുക. കാര്യം രണ്ടും ഒന്നിലേക്ക് തന്നെയാണ് കൊണ്ടുപോണതേ. അപ്പൊ പറഞ്ഞു, രാജ്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രാജ്യം നിനക്കും എനിക്കു വിപീനവും പൂജ്യനാൻ താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമാ. അതിൽ വ്യത്യാസമായിട്ട് അനുഷ്ഠിച്ചാൽ അതിന് സത്യവാക്കിന് ഭംഗം വരും, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ആ ഭംഗി കാണുക. അയോധ്യാവാസികള് സ്തബ്ധരായിട്ട് നോക്കി നിൽക്കെ ഈ രണ്ട് രാജകുമാരന്മാര്, നൃപപുത്രന്മാര് രാജലക്ഷ്മി ഇട്ടിട്ട് ഇങ്ങനെ പന്താടുക, നീ ഭരിക്കൂ ഏട്ടൻ ഭരിക്കൂ, നീ ഭരിക്കൂ ഏട്ടൻ ഭരിക്കൂ. ഇവിടെയാണ് നമ്മൾ ഭരതന്റെ ആ രാജനീതി. ഇന്നത്തെ കാലത്ത് ഈ വാൽമീകി രാമായണത്തിൽ ഇതിൽ ഭംഗിയായിട്ട് ഈ സമയത്താണ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് ഭരതനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സ്വർണ്ണ ഫലകത്തിൽ എഴുതി നമ്മുടെ ഭരണാധികാരികളുടെ അവിടെ വെക്കേണ്ട ഒരു ഇതാണിത്. എത്ര ഓരോ വരിയും ചാർവാകന്മാരോട് എതിരിടരുത്, അവർ നമുക്ക് ആവശ്യമുള്ളതാണ്. നികുതി എടുക്കുകയാണെങ്കിൽ വണ്ട് പൂവിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ എടുക്കണ പോലെ എടുക്കണം, എടുക്കും ചെയ്യാം, പൂവിനെ കേടുവരുത്തുന്നില്ല. ഇപ്പൊ നോക്കൂ, മര്യാദക്കാരനും മൂന്ന് വഴി എന്ന് പറയും ഇല്ലേ. അപ്പൊ ഇയാള് ഈ മര്യാദക്കാരൻ ഇങ്ങോട്ടും പോയി, ആ മര്യാദക്കാരൻ ഇവിടെ പോയി, ഇപ്പൊ ഇവിടെ ഒരു വഴിയായി, ഇത് മൂന്ന്. ഇപ്പൊ എന്തായി, ആരണ്യം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം രാമന്, അയോധ്യ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവിടെ കിടക്കണു, നന്ദിഗ്രാമം വേറെ അല്ലേ. 3 രാജ്യത്തിലേക്ക് അപ്പൊ ഭരിക്കാൻ പോണത്. എന്നാ ഭരിക്കാതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭരതന്റെ മേലൊരു കരിമാർക്ക് ചെയ്യായിരുന്നു. ഭരിക്കാതെ ഇരുന്നില്ല, അസലായിട്ട് ഭരിച്ചു. എങ്ങനെ? യോഗിയുടെ പോലെ, താപസന്റെ പോലെ, എല്ലാം ഏട്ടന് വേണ്ടി. ഇത് തന്നെയല്ലേ യജ്ഞഭാവനയോടുകൂടിയിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയണത്. കയ്യിലൊട്ടണില്ല, ഒന്നും എനിക്ക് വേണ്ടിയല്ല. ഗീതയില് പറയും, യജ്ഞാത്താർ കർമ്മനോ എന്നത്രല്ലേ പറഞ്ഞില്ലേ, കർമ്മം ചെയ്യൂ യജ്ഞഭാവനയോട് ചെയ്യുമ്പോ എന്താ വെച്ചാൽ എപ്പോ 14 കൊല്ലം കഴിഞ്ഞു വന്നു ഞാൻ ഒഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാ നിക്കണത് അല്ലേ. അപ്പൊ അതെന്റെ സ്വാദ് വരുന്നില്ല. വന്നിട്ട് ഇവിടെ
എന്താണ് ഭംഗിയായിട്ട് എന്താ വെച്ചാൽ രാമൻ ഒരു പ്രതിജ്ഞ ചെയ്യാണ്. ചന്ദ്രൻ ശ്രീകരായേക്കാം വിട്ടേക്കാൻ ഹിമവാൻ ഹിമം ആഴിതീരം കവിച്ചേക്കാം ഇല്ലാതാത പ്രതിജ്ഞ ഞാൻ. ചന്ദ്രന്റെ ശ്രീ കട്ടേക്കാം, ആഴിതീരം ലംഘിച്ചേക്കാം, ഹിമവാൻ ചിലപ്പോ ഹിമത്തെ തന്നെ വെടിഞ്ഞേക്കാം, പക്ഷെ രാമൻ ഒരു വാക്കേ ഉള്ളൂ, അതൊരു വാക്കാണ്. ഇത് കേട്ടപ്പോ നമ്മൾ പറയില്ലേ എന്താണ് തിരുവമ്പാടി ഒന്ന് പൊട്ടിക്കുമ്പോ പാറമേക്കാവ് രണ്ട് പൊട്ടിക്കുന്നു പറഞ്ഞോണം. രാമന്റെ പ്രതിജ്ഞ ഞാൻ താത പ്രതിജ്ഞ ലംഘിക്കില്ല എന്നായിരുന്നു. അപ്പൊ ഭരതൻ പറഞ്ഞു 14 കൊല്ലം കഴിഞ്ഞ് എന്ന് തിരിച്ചു വരുന്നു അന്ന് കണ്ടില്ലെങ്കിൽ ഞാനും 14 ചെന്നിട്ടു പിറ്റേന്നു രഘുസത്തമാ കണ്ടീലങ്ങയെ എന്നാലോ ചാടുവിൻ തീയിലാശു ഞാൻ അന്ന് മരിക്കുന്നു ഭരതന്റെ ഒരു പ്രതിജ്ഞ. ഇവിടെ വാത്മീകി ഇങ്ങനെ വിചാരിക്കാത്രേ, ഗംഭീരാവുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ 2 കുട്ടികളും അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ആക്കണത് എന്ന് പറഞ്ഞു. പിന്നെ ഇത് കേൾക്കണില്ല, ഞാനിനി ദർഭ വിരിച്ചിട്ട് മരിക്കാൻ പോവാണ് എന്നങ്ങോട്ട് പറഞ്ഞപ്പോ എന്തൊരു ഭംഗിയാ നോക്കൂ. തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയ. രാമൻ ഗുരുവിനോടൊന്ന് കണ്ണിറുക്കി. അപ്പൊ അന്നുണ്ട് ഈ ടെക്നിക്കൊക്കെ അല്ലേ, ഒന്ന് കണ്ണിറുക്കി കാണിച്ചു, ഒന്ന് പറഞ്ഞു കൊടുത്തിക്കൂട്ടോ സത്യം, ഇത് ഞാൻ എൻ്റെ വാക്കിൽ നിൽക്കണില്ല എന്ന് പറഞ്ഞു. ആ ഗുരു ഗുരുവാക്യത്തിനപ്പുറം പിന്നൊരു അപ്പീലില്ല. ഗുരുവാണ് എല്ലാതും. ഈശ്വരനും ഗുരുവും ഒരുമിച്ച് വന്നാൽ ഗുരുവിനെ ആദ്യം തൊഴണം എന്നാ പറയാ. എന്താ, ഈശ്വരൻ ഉണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ഗുരുവല്ലേ, ഈശ്വരനെ എനിക്ക് കാണിച്ചു തന്നത് ഗുരുവാ. അപ്പൊ ഞാൻ ആദ്യം ഗുരുവിനെ, ഇല്ലെങ്കിൽ ഗുരു ഇല്ലെങ്കിൽ എനിക്ക് ഈശ്വരനെ അറിയില്ലായിരുന്നു. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാക്യം അല്ലേ. ആ ശങ്കരാചാര്യരുണ്ട്, ഗുരുവിൽ വിശ്വാസവും ശ്രദ്ധയില്ലാത്തവർക്ക് തതയ്ക്കും 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 തതയ്ക്കും. നല്ലൊരു കീർത്തനാണ് അത്. പറഞ്ഞു അപ്പ ഇത് പറഞ്ഞു, ഇത് യോഗമായാദേവിയാണ്, രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുകൊണ്ട് നീ എന്താണെങ്കിലും ഈ ഇത് കഴിയാണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേവകൃതമെന്നറിയുക നീ, അതുകൊണ്ട് എന്താണെങ്കിലും അയോധ്യയിൽ പോയിട്ട് ഭരിക്കൂ പറഞ്ഞു. അപ്പ അവസാനത്തെ ഇതാണ് അല്ലേ. ഇതുവരെ ജ്യേഷ്ഠഭക്തിയായിരുന്നു, ഇപ്പൊ ഈശ്വരഭക്തി. ഇതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രത്ന നിർമ്മിതമായ ഒരു പാതുകം, ആ പാതുകത്തിലൊന്ന് കയറി ഇറങ്ങിത്തരൂന്ന്. ഇത് പറയുമ്പോ പലരും സംശയിച്ചു, പാവൻ രാമൻ ആ കാട്ടിൽ നടന്നിരുന്ന ആ ചെരുപ്പും കൂടി വലിച്ചോണ്ടോ ഈ ഭരതന്? അതല്ല ഉണ്ടായതേ, അവിടുന്ന് കൊണ്ടുവന്നുണ്ടേ അസല് അഭിഷേകത്തിന് ഭാഗമായിട്ട്. വര്യന്നെ നോക്കൂ, എന്താ ഉത്തമ രത്നവിഭൂഷിത പാതകം. ഈ രത്നവിഭൂഷിത പാതകം ഇട്ടിട്ടൊന്നല്ല വന്നതേ. അപ്പൊ അതിലൊന്ന് കയറി ഇറങ്ങിത്തരൂ, ഞാൻ അത് രാമനാണ് എന്ന് കരുതിക്കൊണ്ട് അല്ലേ. നമ്മൾ ഗുരുപാതുക സ്തോത്രം ചെല്ലുമ്പോ നമ്മൾ എന്താ വിചാരിക്കുക, ആ മെതിയടിയല്ല തൊഴുന്നത്, ആ മെതിയടിയില് ഭഗവാന്റെ പാദങ്ങളെയാണ് കാണുന്നത്. ഇപ്പോഴും അതെ, അതങ്ങോട്ട് മനസ്സിൽ നമസ്കരിച്ച് നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും എന്നിട്ട് അതങ്ങോട്ട് എടുത്തു. ഞാനിതാ പ്രദക്ഷിണം ചെയ്തു. വളരെ ഭംഗിയിലാണ് പറഞ്ഞില്ലേ, ഞാൻ ശ്രീരാമനെ കൊണ്ടുവരാൻ പോവാന്നാ പറഞ്ഞേ. ഇപ്പോഴും ഇതാ ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ എന്ന് പറഞ്ഞാൽ പാതുകല്ല കൊണ്ടുപോയത്, എൻ്റെ കൂടെ ഞാൻ രാമനെ തന്നെയാ കൊണ്ടുപോണത്. പറഞ്ഞു, ഞാൻ ഏട്ടൻ പറഞ്ഞത് കൊണ്ടല്ല അനുസരിക്കണത്, അയോധ്യ രാജാവ് പറഞ്ഞത് കൊണ്ട് ഞാൻ അനുസരിക്കുകയാണെന്ന്. എന്താ ഭംഗി. അപ്പോഴും ഞാൻ ദാസൻ, ഏട്ടൻ രാജാവ്, അയോധ്യ രാജാവ് പറഞ്ഞത് കൊണ്ട് ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞ് പിന്നെ ഭംഗിയുള്ളൊരു ഭാഗമാണ് കൈകേയി താനും സുതാനുവാദം കൊണ്ടല്ലേ. ഇവിടെ വാൽമീകി രാമായണത്തിൽ അത് പറയുന്നുണ്ട്, കൈകേയിക്ക് മാത്രമാണത്രേ ഒരു ഭാഗത്തേക്ക് വിളിച്ചു വരുത്തി രാമൻ ആത്മോപദേശം, ആത്മതത്വം ഉപദേശിച്ചു എന്നാ. കൗസല്യക്ക് പോലും കിട്ടിയിട്ടില്ല അതാതെ. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ചില വിപരീത അനുഭവങ്ങള് വലിയൊരു നേട്ടം നേടാൻ, അഹല്യയുടെ കഥ പറഞ്ഞപ്പോഴും ധ്രുവന്റെ കഥ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇവിടെയും ആ കൈകേയിക്ക് മാത്രമാണ് ആ പശ്ചാത്താപം കൊണ്ട് വിവശയായിട്ടുള്ള കൈകേയി കണ്ണുനീരിൽ കരഞ്ഞ് ശുദ്ധമായി, അന്ധകരണം ശുദ്ധമായി എന്ന് ബോധ്യായ ഗുരു അവിടെ ആത്മോപദേശം കൊടുക്കുക. അതാണ് സുതാനുവാദം കൊണ്ട് ശ്രീരാമൻ പറഞ്ഞു കൊടുത്തത്. അത് അങ്ങനെ തന്നെ മനസ്സിൽ വെച്ച് നടന്നു മകനുമായി ഗംഗ കടന്നു. എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. എവിടെയാ പോവണത്? ആ നന്ദിഗ്രാമത്തിലേക്കാ പോണതല്ലേ. അവിടെ
ആ ശ്രേഷ്ഠമായ പാതുകങ്ങളെ അവിടെ ഇങ്ങോട്ട് വെച്ചു. വളരെ ഭംഗിയായിട്ട് ഇത് രാമൻ തന്നെയാണ്, മുദ്രമോതിരം പോലെ തന്നെ സത്യമുള്ള ഇതായിരുന്നു ആ പാതുകങ്ങളും. അവിടെ നിന്നിട്ട് അവിടെ നിൽക്കുക ഭരതന്റെ ചുറ്റും ഇപ്പതാ വാത്മീകി ഒരു പ്രഭാവലയം പരത്താണ്. ഒരു രാജകുമാരൻ ഈശ്വരന് തുല്യായിക്കാണ്, ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം പോലെ. പക്ഷേ വാത്മീകി മഹർഷി അതിനെ ആ നന്ദിഗ്രാമത്തിലാണ് പ്രതിഷ്ഠിച്ചത്. ഇവിടെയും എന്താ പോവേണ്ടത് ലങ്കയിലേക്കാണെന്ന് അറിയാം. തല ലങ്കയിലാണെങ്കിൽ കാല് അയോധ്യയിലാണെന്ന് എപ്പോഴും ഓർമ്മ വരുത്താനാണത്രേ ഈ പാതുകം ഭരതൻ കൊണ്ടുപോയത്. അപ്പോൾ ഓർമ്മ വേണത്ര. അത് കഴിഞ്ഞ ഉടനെ ഞാൻ അവിടേക്ക് എത്തണം എന്ന് ശ്രീരാമനെ ഓർമ്മിപ്പിക്കാനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത് കഴിഞ്ഞ് ചിത്രകൂടാചരത്തിൽ അവരിയ്ക്കുകയാണ്. അവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാമൻ വിചാരിച്ചു ഇതുവരെ ഇവർക്ക് വഴി അറിയില്ലായിരുന്നു എവിടെയാന്നുള്ളത്. ഇപ്പൊ വഴി അറിഞ്ഞു, ഇവരിവിടെ ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ അയോധ്യാവാസികൾ പറയും ഇപ്രാവശ്യത്തെ വെക്കേഷൻ നമുക്ക് ചിത്രകൂടത്തിലായാലോ, ടൂർ അങ്ങോട്ട് അടിക്കുക നമുക്ക് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇനി ഇരിക്കണ്ട, നമുക്ക് നീങ്ങാം എന്ന് പറഞ്ഞു അല്ലേ. അയോധ്യാവാസികളെ പേടിച്ചിട്ടായിരുന്നു ആരണ്യത്തിലേക്ക് നീങ്ങിയത്. പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആപത്തുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ഒരാപത്തിൽ നിന്ന്, അത് ചെറിയ ആപത്താ, ഇവര് വരുമെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പടുകുഴിയിലേക്ക് ചാടുന്നത്. പക്ഷെ എന്താ ഇതും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഗീതയിൽ പറഞ്ഞു ഹൗ ടു ഫേസ് ദ സിറ്റുവേഷൻ എന്നാണ്. തിരിഞ്ഞോടല്ല വേണ്ടത് അല്ലേ, നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കാന്നാണ് നോക്കേണ്ടത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് അല്ലേ. ഒരു ആള് എന്നും പഠിപ്പൊക്കെ കഴിഞ്ഞു, ജോലിയൊന്നുമില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണേ. അപ്പൊ അമ്മാവൻ ദിവസം വരും, 8 മണിയായാൽ അമ്മാവൻ വരും പെങ്ങളെ കാണാൻ. പിന്നെ അങ്ങോട്ട് തുടങ്ങായി, നിന്നെയൊക്കെ പഠിപ്പിച്ച പൈസ ഉണ്ടെങ്കിൽ 4 തെങ്ങ് വെച്ചാൽ അതൊന്ന് കിട്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ വീടിനും നാടിനും. അപ്പൊ ഇയാൾ എന്നും ഇത് ഈ വാതിലിന്റെ പിന്നിൽ ഇന്നിട്ട് കേൾക്കും, ആ ശരീരം കേൾക്കണ്ടോ അമ്മാവന്റെ ചീത്ത. അപ്പൊ ഒരു ദിവസം വിചാരിച്ചു ഇന്ന് ഞാൻ എങ്ങനെയാണെങ്കിലും അമ്മാവന്റെ ചീത്ത കണ്ട് ഒപ്പിക്കും. നീ അമ്മാവൻ 8 മണിക്കാ വരിക. അപ്പൊ 7:30 ആകുമ്പോ പിന്നിലെ വാതിൽ കൂടെ പാടത്തു കൂടെ അങ്ങോട്ട് നടന്നു. അന്ന് ഗ്രഹപ്പഴയ്ക്ക് അമ്മാവൻ 7:30 പാടത്തു കൂടെയാ വരണേ. ഇത് ഒന്നുമില്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അമ്മാവൻ ചീത്ത പറയണത് വേറെ ആരും കേൾക്കില്ല, താൻ വാതിലിന്റെ പിന്നിൽ നിന്നിട്ട് കേട്ടാൽ മതിയായിരുന്നു. ഇത് നട്ട വെയിലത്ത് പാടത്ത് കുറ്റി നട്ട പോലെ നിന്നു. നാട്ടുകാർ മുഴുവൻ കേക്കെ യാ ഇറങ്ങിയോ, എവിടേക്കേ വെളിച്ചാകുമ്പോ തണ്ടി മത്സരമായിട്ട് നടക്കാൻ പോയത്, ഇതിന് ഭേദം അതായിരുന്നു, ഒന്നും വേറെ പണിയൊന്നുമില്ലേ, എന്നെ പഠിപ്പിച്ച കാര്യം ഉണ്ടെങ്കിൽ എത്ര ഗുണം ഉണ്ടായിരുന്നു, തള്ളയ്ക്കും നന്ദയ്ക്കും ഒരു ഇതുണ്ടോ. ഒന്നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ ഇരട്ടിയാ കേൾക്കണേ. നമ്മളും ഹൗ ടു ഫേസ് ദ സിറ്റുവേഷൻ തന്നെ ഗീത പറയണത്. ആ പരിതസ്ഥിതി എങ്ങനെ നേരിടാം. ഇവിടെ അയോധ്യാവാസികൾ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഓടിപ്പോയത്. ഇനി അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആരണ്യം, യൗവനാരണ്യം, ആ കാടഞ്ഞ തന്നെ, ആ കാടിൻ്റെ ഉള്ളിൽ ഉപഭോഗ ഇത് നമ്മളെ പിടിക്കണ ആ കാട്ടിലേക്ക് തന്നെ വീഴണേ. പക്ഷെ ഇതും പറഞ്ഞ പോലെ വിധി തടുക്കാൻ ആർക്കും ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവാണ്. ആ എന്താ സപ്തർഷികളില് വളരെ കേമനായിട്ട് ധാരാളം സിദ്ധികളുള്ള ആ അത്രി ആശ്രമത്തിലേക്കുള്ള ഒരു പ്രവേശമാണ്. അത്രി തന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നത് അറിഞ്ഞു മുനീന്ദ്രനും. പൂജിത്തിദർഘ്യപാദ്യാദികൾ കൊണ്ടു രാജീവലോചനം ഭ്രാതുവാരാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ, എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാ തപോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൻ. വത്സേ പരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്കനി. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിഭഗ്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായാതുകൂലവും കുണ്ടലവും അംഗരാഗ
ഭാരവുമെന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിടിനാൻ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുക്താമനുഗ്രഹവും കൊടുത്താതരാൾ ഭർത്തൃരഗ്ഗേ ഗമിക്കുന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസിനം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവൻ ഉമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡം സമാപ്തം. നമ്മള് ആ ദുന്ദുകാരിയുടെ മുള പൊട്ടിയ പോലെ അതാ രണ്ടാമത്തെ മുളയും പൊട്ടുകയാണ്. നമ്മളെ ഇതിന്നും വിരക്തനാവാൻ കഴിയട്ടെ, നമുക്ക് മോക്ഷമാവാൻ കഴിയട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞു ആ അത്രി ആശ്രമത്തിലേക്ക് പോയി. ആരാണ് അത്രി ഇല്ലേ? അത്രി എന്ന് പറഞ്ഞാൽ എന്താ? ത്രിഗുണങ്ങൾ ബാധിക്കാത്ത ആള്, ത്രിഗുണാതീതൻ. ആ അത്രി മഹർഷി എങ്ങനെ ആയാലാണ് അത്രി ആവുക അല്ലേ? ആ അത്രിമുറ്റത്ത് എത്തണമെങ്കിൽ മനസ്സ് അസൂയല്ലാത്താവണം. അതാണ് അത്രിയോടുകൂടി അനസൂയ വരുന്നത്. അനസൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് കർദമ പ്രജാപതിയുടെ ചേച്ചിയാണത്. ആ ദേവഹൂതിക്കും അല്ല കപിലവാസുദേവന്റെ കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും 9 പെൺകുട്ടികൾ. എന്തൊരു ഭംഗി! നമ്മുടെ ഓരോ കഥയും രാമായണമല്ല ഭാഗവതത്തല്ല 9 പെൺകുട്ടിയോട് കഴിഞ്ഞിട്ടാണ് കപിലുണ്ടായത് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ആ നവതാ ഭക്തിയ 9. ആ 9 ഭക്തി കഴിഞ്ഞാൽ പിന്നെ മോക്ഷാണ് കപിലൻ. ഇതാണ് അതിലത്തെ ഉണ്ടായ ആ അനസൂയാണ് ഈ അത്രി മഹർഷി. ഓരോ സപ്തർഷികൾ മരീചി തുടങ്ങിയുള്ള മഹർഷിമാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ അനസൂയയുടെ അടുത്ത ചെല്ലുക. അവര് വളരെ സന്തോഷമായിട്ട് ആ വിവാഹ വർത്താനം സ്വയംവര വർത്താനൊക്കെ പറഞ്ഞു. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതുകൂലവും ഒരു പട്ട്. ഇത് എത്ര ഉടുത്താലും അത് മുഷിയില്ല എന്ന് പറയും. നമ്മൾ കോടി ഉടുക്കുമ്പോ പറയില്ലേ, മറിച്ചഞ്ച് ചിരിച്ചഞ്ച് കൊടഞ്ഞഞ്ച്, എത്ര കോടിക്കാ ഇത്തല്ലാന്നാ. അതുപോലെയാണിത്. ഇത് എത്ര തിരുമ്പും വേണ്ട, എങ്കേലിക്കൊക്കെ അല്ലേ പോണേ, തിരുമ്പും വേണ്ട, അത്ര എന്നും ഫ്രഷായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത പോലെ ഇരിക്കുന്ന ഒരു പട്ടാണ് ആ വിശ്വകർമ്മ. പിന്നെ കുണ്ടലും അംഗരാഗവും ഒക്കെ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ആ എന്താണ് പാതിവ്രത്യത്തിൻ്റെ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വളരെ സന്തോഷമായിട്ട് അവര് ആ അത്രി മഹർഷിയുടെ അവിടെ ഇരിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് ഇതുവരെ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും വേണ്ടി വന്നുള്ളൂ അല്ലേ? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യവും കൗമാരാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഒരു ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കേണ്ടി അധികം വന്നില്ല. എന്നുവെച്ചാൽ കുട്ടിയാകുമ്പോഴുള്ള കാലം കൗമാരത്തിലതെ കുറേ വാത്മീകി, ഗുഹൻ, ഭരദ്വാജൻ ഇങ്ങനെയുള്ള ആളുകളോടുകൂടിയുള്ള നല്ല സമ്പർക്കങ്ങളെ വന്നുള്ളൂ. ഇനി ജീവിതമാകുന്ന സംസാരണ്യത്തിലേക്ക് പ്രവേശിക്കുക. നല്ല ജാഗ്രത വേണം. നമ്മുടെ ജീവനാണ് ഈ യൗവനത്തിലാണ് അല്ലേ? വനം തന്നെ പറയാ, യൗവനം അല്ലേ? അതന്നെ ആരണ്യം. ഈ യൗവനത്തില് ചുറ്റുപാടും നല്ലോണം നോക്കിക്കൊണ്ട് നടക്കണം. നമ്മളെ നശിപ്പിക്കാൻ കഴിയുന്ന ആ ഭോഗലാലസതയുടെ ശക്തികൾ ചുറ്റുമുണ്ട്. ഇവിടെ നമ്മളെ ആകർഷിക്കുന്ന വിഭവം ഈ യൗവനത്തിലാണ് എല്ലാ അബദ്ധങ്ങളും പറ്റാൻ പോണത്. ഉപഭോഗ സംസ്കാരത്തിന്റെ രാക്ഷസ പരുഷകൾ അല്ലേ? ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരുഷകൾ. അവരുടെ ആ അപകടത്തിൽ പെടാതിരിക്കണമെങ്കിൽ ലക്ഷണയുക്തമായ ശ്രദ്ധ പിന്നാലെ വേണം. അതുകൊണ്ടാണ് പറയണത് ആ മനസ്സിൻ്റെ പിന്നാലെ ആ രാമൻ പരമാത്മാവ് ഉണ്ടായാൽ തന്നെ ഈ വാസനകളെ നമ്മിൽ നിന്ന് അകറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ആരണ്യകാണ്ഡത്തിൽ പറയണേ. നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ട്. സത്യവതി എടുത്തി പറഞ്ഞൊരു നാമം എല്ലാവർക്കും ഇന്നൊന്ന് ചൊല്ലി നോക്കട്ടെ. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം. രാമ 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 പാഹി
മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം രാമനാമമെപ്പോഴും ജപിച്ചു കൊണ്ടിരിക്കുകിൽ ആമയങ്ങളൊക്കവേ ഒഴിഞ്ഞു പോകും നിശ്ചയം. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം രാമനാമമെപ്പോഴും ജപിച്ചു കൊണ്ടിരിക്കുകിൽ ആമയങ്ങളൊക്കവേ ഒഴിഞ്ഞു പോകും നിശ്ചയം. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം രാമ 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 മന്ത്രമൊന്നു കൊണ്ടു നിൻ മാനസത്തിൽ നിന്നുളവാം ശത്രുവേ ജയിച്ചിടാം. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം രാമനെ സദാ ഭജിച്ചു ശ്രേഷ്ഠ ഭക്തി നേടിയ വീരനാം ശ്രീ ഹനുമാനെ രാമനൊപ്പമോർക്കണം. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം അമ്മയായി സീതയെ വണങ്ങിടേണമൊപ്പമായി സോദരരാം ലക്ഷ്മണ ഭരത ശത്രുഘ്നരെയും. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം അച്ഛനായ ദശരഥന്റെ വാക്കു സത്യമാക്കിടാൻ കാനനത്തിൽ പോയി വസിച്ച ദേമചന്ദ്ര പാഹി മാം രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ആരുമേ കൊതിച്ചിടുന്ന ദേഹകാന്തിയുള്ള നിൻ കാലിണകൾ കൂപ്പുവാൻ അനുഗ്രഹിക്ക ഞങ്ങളെ. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ഇത്രിലോകവാസികൾക്കു ജീവിതത്തെ കാട്ടുവാൻ മാനുഷനായി അവതരിച്ചനുഗ്രഹിച്ച ദൈവമേ. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ഈശ്വരിയാം പാർവതിക്കു രാമഭക്തി നൽകിയ ഈശ്വരൻ മഹേശ്വരൻ നിന്റെ ഭക്തനല്ലയോ. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം ഉത്തമരിലുത്തമനാം രാമനെ ഭജിച്ചു നീ ഉത്തമ പുരുഷനായി വസിക്ക ഈ ധരണിയിൽ. രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം രാമ 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 പാഹി മാം രാമകൃഷ്ണ വാസുദേവ പത്മനാഭ പാഹി മാം. രാമ രാമ രാമ